പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസ്വരൂപനായ ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെടിഞ്ഞ ഈ വിശുദ്ധ വെള്ളിയാഴ്ച ദിനത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ വരുന്നു. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും ഇതാ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഈ പ്രാർത്ഥനാ സമയം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ചിന്തകളെയും ശ്രദ്ധയെയും അങ്ങയുടെ കാൽവരി കുരിശിലേക്ക് മാത്രം കേന്ദ്രീകരിക്കണമേ. എൻ്റെ ഈശോയെ, അവിടുത്തെ തിരുരക്തത്തിൻ്റെ വിലയേറിയ കവചത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങൾ അധ്വാനിക്കുന്ന മേഖലകളെയും മൂടി സംരക്ഷിക്കണമേ. ദുഷ്ടശക്തികളുടെയോ അന്ധകാര ശക്തികളുടെയോ യാതൊരുവിധ ഉപദ്രവങ്ങളും ഈ സമയം ഞങ്ങളുടെ മേൽ ഉണ്ടാകാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിനമായതുകൊണ്ട് ചെറിയൊരു പ്രാർത്ഥന മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഞാനും 2 ദിവസമായി ഹോസ്പിറ്റലിൽ ആയിരുന്നു. ശബ്ദമെല്ലാം പോയി, കുറച്ച് രോഗാവസ്ഥയിലാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പ്രാർത്ഥനയുമായിട്ട് പോകാൻ ഈ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. പരമാവധി എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. എൻ്റെ കരുണയുള്ള ഈശോയെ, അവിടുത്തെ സ്നേഹം തിരിച്ചറിയാതെ ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഓർത്ത് സത്യമായി മനസ്തപിക്കുന്നു. എൻ്റെ അഹങ്കാരം, ദേഷ്യം, അസൂയ, ക്ഷമിക്കാത്ത മനോഭാവം, ദുരാശകൾ, പ്രാർത്ഥനയില്ലായ്മ എന്നിവയാൽ അങ്ങയുടെ തിരുശരീരത്തിൽ ഏൽപ്പിച്ച ആഴമേറിയ മുറിവുകളെ ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും കഴുകി വിശദീകരിക്കണമേ. ആരോടെങ്കിലും എൻ്റെ മനസ്സിൽ വിരോധമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പൂർണ്ണമായി ക്ഷമിക്കാനുള്ള വലിയ ഹൃദയം എനിക്ക് നൽകണമേ. അവിടുത്തെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി തീർന്നിരിക്കുന്നു. ഏശയ്യ 53:5. എൻ്റെ ഈശോയെ, ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് അവിടുന്ന് അനുഭവിച്ച മാനസിക വേദനയും മരണവേദനയും ഞാൻ ധ്യാനിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ പാപഭാരവും ആകുലതകളും മുന്നിൽ കണ്ടപ്പോൾ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ വിയർപ്പായി മണ്ണിലേക്ക് വീണുവല്ലോ. ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ച എൻ്റെ ഈശോയെ, അങ്ങയുടെ ഗെത്സമനിലെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എൻ്റെ മനസ്സിൻ്റെ സകല ഭയങ്ങളെയും അനാവശ്യ ചിന്തകളെയും ആകുലതകളെയും ഡിപ്രഷനെയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഉറക്കമില്ലായ്മയായാലും മാനസിക അസ്വസ്ഥതകളാലും വിഷമിക്കുന്ന എൻ്റെ മനസ്സിന് അങ്ങയുടെ ദൈവിക ശാന്തി നൽകി സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ ഈശോയെ, പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് തുണിയില്ലാതെ കൽത്തൂണിൽ കെട്ടിയിട്ട് അവിടുത്തെ അടിച്ചപ്പോൾ ചാട്ടവാറടിയേറ്റ് അങ്ങയുടെ തിരുശരീരത്തിലെ മാംസഖണ്ഡങ്ങൾ ചിതറിപ്പോയത് ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ തിരുശിരസിൽ മൂർച്ചയേറിയ മുള്ളുകൾ അടിച്ചു കയറ്റി രക്തം കണ്ണുകളിലേക്ക് ഒലിച്ചിറങ്ങിയ രംഗം ഞാൻ ഓർക്കുന്നു. മുറിവേറ്റ എൻ്റെ ഈശോയെ, അങ്ങയുടെ വിശുദ്ധ ശരീരത്തിലേറ്റ 5000-ൽ പരം ചാട്ടവാറടികളുടെയും അങ്ങയുടെ തിരുശിരസിലെ മുള്ളുകളുടെയും പുണ്യത്താൽ എൻ്റെ ശരീരത്തിലുള്ള സകല രോഗങ്ങളെയും വിടുവിക്കണമേ. മാതാപിതാക്കളുടെയും മക്കളുടെയും മാറ്റാനാവാത്ത വ്യാധികൾ എന്നിവയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ ഈശോയെ, ചോരയൊലിക്കുന്ന ചുമലുകളിൽ ഭാരമേറി കുരിശും പേറി 3 പ്രാവശ്യം കല്ലുകളിലും മണ്ണിലും വീണുപോയിട്ടും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കാൽവരിമല കയറിയത് ഞാൻ ധ്യാനിക്കുന്നു. വഴിയരികിൽ വെച്ച് അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ദുഃഖാർദ്രമായ കണ്ണുകളെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് അനുഭവിച്ച ഹൃദയവേദന ഞാൻ ഓർത്തു കരയുന്നു. കുരിശു ചുമന്ന ഈശോയെ, എൻ്റെ ജീവിതത്തിലെ താങ്ങാനാവാത്ത ഭാരങ്ങളെ ഞാൻ അങ്ങയുടെ കുരിശിൻ കീഴിൽ വയ്ക്കുന്നു. സാമ്പത്തിക തകർച്ചകൾ, കടബാധ്യതകൾ, ബിസിനസ്സിലെ നഷ്ടങ്ങൾ, കുടുംബ വഴക്കുകൾ, ജീവിത തടസ്സങ്ങളെല്ലാം ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. 3 പ്രാവശ്യം നിലത്ത് വീണിട്ടും എഴുന്നേറ്റ ഈശോയെ, തകർന്നുപോയ എൻ്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്തണമേ. എൻ്റെ ഈശോയെ, കാൽവരി മലമുകളിൽ വെച്ച് അങ്ങയുടെ കൈകാലുകളിൽ മൂർച്ചയുള്ള ആണികൾ തറച്ചു കയറ്റിയതും കുരിശിൽ തൂങ്ങിക്കിടന്ന് 3 മണിക്കൂർ നേരം അവിടുന്ന് അനുഭവിച്ച നിസ്സഹായതയും ഞാൻ ധ്യാനിക്കുന്നു. അവസാനം അങ്ങയുടെ ജീവൻ വെടിഞ്ഞപ്പോൾ പടയാളികളുടെ കുന്തത്താൽ തിരുവിളവ് പിളർക്കപ്പെടുകയും അവിടെ നിന്ന് രക്തവും വെള്ളവും പ്രവാഹമായി ഒഴുകുകയും ചെയ്തല്ലോ. ജീവൻ വെടിഞ്ഞ എൻ്റെ ഈശോയെ, അങ്ങയുടെ 5 തിരുമുറിവുകളിലേക്ക് ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുവിളവിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്താലും ജലത്താലും എൻ്റെ ശരീരത്തിലെ സകല രോഗാണുക്കളെയും രക്തദൂഷ്യങ്ങളെയും പാരമ്പര്യമായി വന്ന രോഗാവസ്ഥകളെയും കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ജീവന്റെ പ്രവാഹം എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അവിടുന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അന്ധർക്ക് കാഴ്ച നൽകി, മുടന്തരെ നടത്തി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ പോലും ഉയർപ്പിച്ചു.
അവിടുത്തെ കരുണയ്ക്ക് ഇന്ന് ഒരു മാറ്റവുമില്ലല്ലോ. ഇന്ന് ഈ വിശുദ്ധ വെള്ളിയാഴ്ച ദിനത്തിൽ അങ്ങയുടെ കാൽവരിയിലെ ബലിയുടെ വിജയത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ തലച്ചോറിനെയും നാഡീവ്യൂഹങ്ങളെയും അവിടുന്ന് തൊടണമേ. മാനസിക സമ്മർദ്ദങ്ങളും ഓർമ്മക്കുറവുകളും മാറട്ടെ. എന്റെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും അവിടുന്ന് തൊടണമേ. രക്തയോട്ടത്തിലെ തടസ്സങ്ങളും ശ്വാസതടസ്സങ്ങളും മാറട്ടെ. എന്റെ വയറിനെയും കരളിനെയും കിഡ്നിയെയും അവിടുന്ന് തൊടണമേ. ആന്തരിക അവയവങ്ങളിലെ സകല അണുബാധകളും ഇൻഫെക്ഷനുകളും അവിടുത്തെ ദിവ്യരക്തത്താൽ ദഹിച്ചു പോകട്ടെ. എന്റെ അസ്ഥികളെയും നാഡികളെയും പേശികളെയും അവിടുന്ന് തൊടണമേ. സകല വേദനകളും ബലഹീനതകളും വിട്ടുമാറട്ടെ. ഈശോയെ, അവിടുത്തെ സൗഖ്യദായകമായ തിരുക്കരം എന്റെ ശിരസിലിരിക്കട്ടെ. അവിടുത്തെ ജീവന്റെ ശ്വാസം എന്നിലേക്ക് പ്രവേശിക്കട്ടെ. ഞാൻ പൂർണ്ണ രോഗസൗഖ്യം പ്രാപിച്ചതായി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവനായ ഈശോയെ, എന്റെ ഹൃദയത്തിലെ വിഷമങ്ങളും കണ്ണുനീരും അവിടുന്ന് കാണുന്നുവല്ലോ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ വെള്ളിയാഴ്ച ദിനത്തിൽ എൻ്റെ ഹൃദയത്തിലുള്ള ഈ പ്രത്യേക നിയോഗം ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ വലിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾ ഇവിടെ ഏറ്റുപറയുക. കർത്താവെ, അവിടുത്തെ തിരുമനസ്സാണെങ്കിൽ ഈ അപേക്ഷ കേട്ട് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിന് ആവശ്യമായ സകല ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങളും ചൊരിയണമേ. സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റി ദൈവിക പരിപാലനയാൽ ഞങ്ങളെ വഴി നടത്തണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനായ ഈശോമിശിഹായുടെ പീഡാനുഭവങ്ങളെയും മരണത്തെയും ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊള്ളണമേ. ഈ വെള്ളിയാഴ്ച ദിനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച സകല ആത്മീയ ശരീര സൗഖ്യങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് 1000 നന്ദി പറയുന്നു. വ്യാകുല മാതാവേ, കാൽവരി കുരിശിൻ ചുവട്ടിൽ നിലയുറപ്പിച്ച പരിശുദ്ധ അമ്മേ, അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങയുടെ തിരുകുമാരന്റെ പാദപീഠത്തിൽ കാഴ്ചവെക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.